നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും മിനി ക്രാഫ്റ്റ് നമ്മൾ ഈ ഒരു മാപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഫേസൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിതാ അണ്ടർഗ്രൗണ്ട് ബേസ് ചെയ്ത് നമ്മുടെ പട്ടിക്കുട്ടന്മാരെ ഞാൻ ഇന്നലെ ഓഫ് ക്യാമറയിൽ ടൈം ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ഈ ബേസിൻ്റെ മേലെ കയറിയാൽ അവന്മാർ സ്പോണാവും. കണ്ടോ, നമ്മൾ എവിടെ പോയി ഒരു പറക്കുമ്പോൾ മാത്രമേ സ്പോണാവില്ല. നമുക്ക് ഇവന്മാരെ നമ്മുടെ ആ ഫേസിനെ അങ്ങോട്ട് കൊണ്ടുപോകാം. അങ്ങോട്ട് ഇവന്മാർ വരുമെന്ന് അറിയില്ല. പിന്നെ ഇന്ന് നമുക്കൊരു അണ്ടർഗ്രൗണ്ട് വേറെ എന്തെങ്കിലും ചെയ്യും. ഇന്നലെ അണ്ടർഗ്രൗണ്ട് വാട്ടർ ബേസ് ചെയ്തു. അതിൻ്റെ മുമ്പത്തെ ദിവസം ഈ ഫേസ് ചെയ്തു. ഫേസ് ഞാൻ 2 വീഡിയോ ആയിട്ടാണ് ചെയ്തത്. ഇതാണ് നമ്മുടെ ഫേസ് ഞാൻ 2 വീഡിയോ ചെയ്തു. ഇപ്പം ഇവിടെ സ്പോൺ ചെയ്യിക്കുക പട്ടിക്കുട്ടികളെ. എവിടെ ഇരുട്ടായോ? അവന്മാർക്ക് ഫുഡ് കൊടുക്കാൻ പോയിട്ട് വാ. അപ്പം നമുക്ക് ഇന്ന് ഒരു അണ്ടർഗ്രൗണ്ട് ബേസ് ഉണ്ടാക്കാമെന്നാണ് പ്ലാൻ. അതായത് ആദ്യം പട്ടികളെ എവിടെയെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് ഇരുത്തണം. അല്ലെങ്കിൽ അവർ TNT പൊട്ടിക്കുമ്പോൾ അവന്മാരും ഡെഡാവും. അങ്ങനെ ഉണ്ടാവാണ്ടിരിക്കാൻ അതാണ് ബെസ്റ്റ്. അവന്മാരവിടെ ഉണ്ട്. റൂഫിൻ്റെ മേലെ പോയിട്ട് എല്ലാവരും സിറ്റ് ചെയ്യിക്കാം. ഇപ്പം എല്ലാവരും മുമ്പിൽ സ്പോണാവും. ഇവൻ സിറ്റ്, അടുത്തവൻ സിറ്റ്, അവന്മാരൊക്കെ എവിടെ? അത് കുറച്ചധികം ദൂരത്ത്. അവന്മാർക്ക് എന്താ വരാൻ പറ്റാത്തത്? അവന്മാരെയും കൂടി ഇരുത്തിയിട്ട് പോയാൽ വെച്ചാൽ സേഫ് ആവുക. ഒന്ന് വരുത്താനും കൂടി വാ. നീ വരുന്നില്ലല്ലോ, എന്നാൽ ഞാൻ പോണു. അപ്പം നമുക്ക് ഏകദേശം ഉണ്ടാക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കണം. രാവിലെ ആക്കിയിട്ട് പോവാം, അതായിരിക്കും നല്ലത്. നമ്മൾ അതിലടിച്ചിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ കയറിയാലും ഇവന്മാർ അവിടെ സ്പോൺ ആവുന്നുണ്ട്. ഇതുണ്ടോ, ഇവന്മാർ ഓടി വരികയല്ല ചെയ്യണത്, സ്പോൺ ആവുകയാണ് ചെയ്യണത്. ബെഡ്, യെസ് ഗൈസ്. ഇവിടുത്തെ ഒരു ബ്ലോക്ക് കാണാമല്ലോ അടച്ചു വയ്ക്കിയത്. ബെഡിൽ കിടക്ക്. യെസ്, കിടക്ക്. നോടി, കടന്നു. എന്തോ രാവിലെയായി പറഞ്ഞപ്പോഴേക്ക് രാവിലെയായി. നേരെ തൊട്ടിട്ട് മേലുള്ളവന്മാർ കിടന്ന് കുരയ്ക്കുന്നുണ്ട് തോന്നുന്നു. അവന്മാർ പാവം. നമ്മൾ ഇന്നലെ രാത്രി അവിടെ ഇട്ടാണ്. അവന്മാരുടെ അനുസരണ നമുക്കിപ്പോൾ നോക്കാം. അവന്മാർ പ്രതീക്ഷിക്കാത്ത മാതിരി കയറിപ്പോകും. ടട്ടടാങ്. അവന്മാർ 2 പറഞ്ഞ പോലെ അടിക്കുന്നുണ്ട്. ബാക്കിയുള്ളവന്മാർക്കാണ് വയ്യാത്തത്. പിന്നെ ഈ പട്ടീനെ ടീം ചെയ്ത വേറൊരു ഗുണമുണ്ട്. നോക്കോ, ഞാനിപ്പോൾ ഈ ആടിനെ എനിക്ക് ആടിനെ കൊല്ലണം വിചാരിച്ചോ, അവന്മാർ വന്ന് കൊല്ലും. ഇപ്പം പെട്ടെന്ന് ലൈഫ് പോകാത്തതോ പശുവിൻ്റെ മൂട്ടിക്ക്. ഇതൊക്കെ ചാവുകയാണല്ലോ ബൊമ്മമാർ വരുന്നതിന് മുമ്പ്. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്ക് ബൊമ്മമാർ വരും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? നമുക്ക് ഇവിടെ ആയിട്ട് ചെയ്യാം അല്ലേ ബേസ്? അണ്ടർഗ്രൗണ്ട് ചാടായിക്കേ ഒരു ബ്ലോക്കും കൂടി. ഇനിയും ചാടില്ലേ? ശരിയോ, ഇപ്പോൾ എത്ര ബ്ലോക്കായി? 1 2 3 4 ഒരു 5 6 ബ്ലോക്ക്, 7 ബ്ലോക്ക്. ഇനി നമുക്കൊരു ഇത്ര കുഴിച്ചു പോവാം. അവന്മാർ വരാണ്ടിരുന്നാൽ മതിയാണ്. ആദ്യം ഒരു സൈഡ് TNT പൊട്ടിച്ചിട്ട് മറ്റേ സൈഡ് നോക്കാം. TNT എവിടെ? TNT കിട്ടി. ഒന്നില്ലേ, എടുക്കുക. TNT. അടുത്തത് സ്വിച്ച്, ലിവർ.
നമുക്ക് ലിവർ അമർത്തിയിട്ട് പെട്ടെന്ന് ഓടാൻ പറ്റണം. അങ്ങനത്തെ ഒരു സ്ഥലം വേണം. യെസ് ഗൈസ്, അവിടെയും കൂടി TNT വയ്ക്കാം. അത്യാവശ്യം ഉണ്ട്. ക്രിയേറ്റീവ് ആയതുകൊണ്ടൊന്നും പറ്റില്ല എന്ന് വിചാരിക്കുന്നു. ഓ യെസ് ഗൈസ്, ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ഉണ്ടായി. അതായത് മേൽഭാഗം പൊട്ടിയില്ല. മേൽഭാഗം എങ്ങനെ പൊട്ടിയായിരുന്നെങ്കിൽ ഞാൻ ആദ്യം ഇനി അതൊക്കെ അടച്ചു വരണമായിരുന്നു. അത് മേൽഭാഗം പൊട്ടിയതുമില്ല, നമ്മൾ വിചാരിച്ച മാതിരി നടക്കുകയും ചെയ്തു. നാക്സ് എടുത്ത് ഇതൊക്കെ പൊട്ടിക്കാം. ശരിക്കും പൊട്ടിക്കാൻ പിക്കാക്സ് ആണ് വേണ്ടത്. പിക്കാക്സ് ഉണ്ട്, ബട്ട് എന്തിനാ വെറുതെ പിക്കാക്സ് എടുക്കണം? നേരം കളയാനില്ല, അതാണ്. ഇവിടെ ഒരു ലെവലാക്കിയിട്ടെടുക്കാൻ നല്ല വഴി എന്താ അറിയോ? പെട്ടെന്ന് ആദ്യം സാൻഡ് സ്റ്റോൺ അങ്ങോട്ട് പൊട്ടിച്ച് വയ്ക്കുക. അത് പരത്തി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഫ്ലോർ ഏകദേശം റെഡിയാവും. ഫ്ലോർ നിറച്ച് വരൽ നമുക്ക് നടക്കണ പണിയല്ല. അതുകൊണ്ട് നമുക്കിങ്ങനെ ഇത് വെച്ച് തൽക്കാലത്തേക്ക് ഇതാക്കാം. അപ്പോൾ നമ്മൾ എത്ര ബ്ലോക്കാണ്? 6-7 ബ്ലോക്കല്ലേ താഴത്തേക്ക് വന്ന്. അപ്പോൾ ഞാൻ മുമ്പ് അണ്ടർഗ്രൗണ്ട് ബേസ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയോ മാപ്പിൽ. വീഡിയോ ഇട്ടിട്ടില്ല എന്നത്, ബട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൗണ്ടൊക്കെ നല്ല രസമുണ്ട്. ഞാൻ വീഡിയോയിൽ സൗണ്ട് ഓണാക്കിയിട്ടുണ്ടോ എന്നൊരു സംശയം. ഓണാക്കിയിട്ടില്ലേ? വീഡിയോയിൽ സൗണ്ട് ഓണാണോ എന്ന് എനിക്കറിയില്ല ഗൈസ്. ഇനി ഇതൊക്കെ ഒരേ വൈ ലെവലിൽ കട്ട് ചെയ്തെടുക്കണം. അതാണ് അടുത്ത ടാസ്ക്. അതിന് വേണ്ടി ആദ്യം ഫ്ലോർ റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ചുമരിക്ക് കിടക്കാം. ഇവിടെ നെതർ പോർട്ടൽ ഓൾറെഡി ഉണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നെതറൊക്കെ വെച്ച് സെറ്റാക്കായിരുന്നു. ഇതിൽ പിന്നെ നെതർ പോർട്ടൽ ഓൾറെഡി കയ്യിലുള്ളത് കൊണ്ട് നമ്മൾ ഇതാക്കണ്ട. നമ്മൾ നിൽക്കണ ഹൈറ്റിൽ എന്തായാലും ചുമരും നമുക്ക് മൊത്തത്തിൽ വൈക്കോളാക്കാം. പട്ടികൾ ഇവിടെ എത്തിയോ? കുരയ്ക്കണ ഒരു ശബ്ദം കേട്ടതുപോലെ. എത്തിയതുപോലെ തോന്നിയതാണ് തോന്നണം. എന്തൊക്കെ പറയണേ? പിന്നെ ഞാൻ പറന്ന് നിന്നിട്ട് കട്ട പൊട്ടിക്കണതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്പീഡിനാണ്. കട്ട പൊട്ടണതിൻ്റെ സ്പീഡല്ല, നമ്മൾ മൂവ് ചെയ്യണ സ്പീഡ്. കണ്ടോ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് ഞാൻ നടക്കണ സ്പീഡ്, ഞാൻ പറക്കണ സ്പീഡ് ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിൽക്കാണ്ട് എപ്പോഴും പറക്കണത്. 2 ബ്ലോക്കിലാണെങ്കിൽ നമുക്കൊരു ചെറിയ സ്പേസിൽ പറക്കാൻ പറ്റും, അത് മതി. ഇത്തിരി വലിപ്പം കുറഞ്ഞോ? ഒന്നും കൂടി ഇതാക്കണോ? വലുതാക്കാൻ പണിയൊന്നുമില്ല അധികം. വലിപ്പം കുറഞ്ഞു വെച്ചാൽ വലുതാക്കി വെക്കാം. ഒരു TNT വെക്കാം. ചുമര് പണിയാൻ ഇത്തിരി ഈസിയാകും. മാറിക്കോ. TNT പൊട്ടാൻ പോണത് അവിടെ മാത്രം പൊട്ടിയോ? ആടാ, അത് കേവ് സെറ്റപ്പ്, അതെനിക്കിഷ്ടപ്പെട്ടു. ലൈറ്റ് എടുക്കട്ടെ കയ്യിൽ. ലൈറ്റ് വന്നു. ലൈറ്റ്. ഓ, ഇതെനിക്കില്ലേ ഇഷ്ടപ്പെട്ടു കഴിച്ചാൽ. അങ്ങോട്ട് അവന്മാർ ഇവിടെ സ്പോണായ? ഞാൻ പറഞ്ഞില്ല, നമ്മൾ എവിടെയെങ്കിലും നിന്നാലാണ് അവന്മാർ സ്പോണാവുക. അടുത്തവന്മാർ മേലെ. അവന്മാർക്ക് സ്ഥലം മനസ്സിലായില്ല തോന്നുന്നു. ഇവൻ സ്ഥലം മനസ്സിലായപ്പോൾ നൈസിൽ ഇങ്ങോട്ട് പോകുന്നതാണ്. ഒരു TNTക്ക് ഇത്ര പവറുള്ളൂ. അപ്പോൾ നമുക്കൊരു 4 TNT വേണോ? വേണ്ട. ഇവിടെ സ്റ്റോൺ തന്നെയാണോ ലുക്ക്? അല്ല, സ്റ്റോണിന് ലുക്ക് കുറവാണ്. അത് പണ്ടേ അങ്ങനെയാണ്.
സ്റ്റോണൊക്കെ പൊട്ടിച്ച് ഇതാ അവൻ അതിൻ്റെ ഉള്ളിൽ കയറി. അവന്മാർ ആ സിറ്റ് കൊടുത്തവന്മാർ ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ടാവും. കാരണം അവന്മാർ ഇത്തിരി മര്യാദയുള്ള കൂട്ടത്തിലാണ്. അവന്മാരോട് സിറ്റ് പറഞ്ഞ അവന്മാർ ഞാൻ പോകാണ്ടാണ് ഇരിക്കില്ല, അതുറപ്പാണ്. അടുത്ത പൊട്ടിക്ക് ഇതാമോ, ഇതൊക്കെ കറക്റ്റ് വൈ ലെവൽ വെക്കണം. ഞാൻ പറയുക സീലിംഗ് ഈ ഒരു വൈ ലെവലിൽ സീലിംഗ് നമുക്ക് അടയ്ക്കാം. അതാണ് ഇത്തിരി കൂടി എളുപ്പം. ഇവൻ ഇപ്പം ഇവിടെ കുടുങ്ങി വിചാരിച്ചു ഈ പട്ടി. അവൻ നമ്മുടെ ബേസിൽ പോയിട്ട് അവിടെ ലാൻഡായി കഴിഞ്ഞാൽ അവൻ തന്നെ വന്നോളും. നമ്മളിവനെ കൂട്ടാൻ വരേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ പിടിച്ചോണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇവനെ ബോട്ടിൽ വെച്ചോണ്ട് പോയില്ല, വെറുതെ ഒരു മൈൻക്രാഫ്റ്റിൽ നമ്മളെപ്പോഴും കാണുന്ന സംഭവമാണ് ബോട്ടിൽ പട്ടീനെ വെച്ചോണ്ട് കാണുന്നത്. നമുക്കും എന്തുകൊണ്ട് ട്രൈ ചെയ്തുവിടാം. ബാ, നമുക്ക് വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്, നടക്കുന്നതാണോ എന്ന്. കയറുകയൊക്കെ ചെയ്യും, പക്ഷേ ഇത് മിനി ക്രാഫ്റ്റാണ് നമ്മളിന്ന് കളിക്കുന്നത്, അതുകൊണ്ട് അറിയില്ല. പിന്നെ സർവൈവൽ നമ്മൾ സീരീസ് ആകെ ഒരു വീഡിയോ ഈ ചാനലിൽ ഇട്ടിട്ടുള്ളൂ പറഞ്ഞു, മറ്റേ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ സർവൈവൽ ഞാൻ ചെയ്യാൻ പിന്നെ ഒരു ഇൻട്രസ്റ്റ് തോന്നാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ ചെയ്യുന്നത്. സർവൈവൽ ചെയ്യണമെങ്കിൽ ചെയ്യാം, സർവൈവൽ ചെയ്യണമെന്നുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്യാം. യെസ്, ഇങ്ങോട്ട് വാ. ഒരു 3 ബ്ലോക്ക് ഇവിടുന്ന് ആ ഗ്യാപ്പ് എന്നെ വിട്ടറിയോ, നമുക്ക് മേലേക്ക് കയറാനുള്ള ഗ്യാപ്പാണ്. താഴത്തേക്കും ഇറങ്ങുന്നു, അതും അടയ്ക്കുന്നു. യെസ് യെസ്, അത് ഇവിടേക്കാണോ? ആ പട്ടിക്കുട്ടി വന്നിട്ട് എത്തി നോക്കിയിട്ടൊക്കെ പോയി. അവൻ അതിൻ്റെ ഉള്ളിലെത്തി അപ്പോഴേക്ക്. ഓ, പിന്നെ എനിക്ക് ക്രിയേറ്റീവാണ് കൂടുതലും ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ക്രിയേറ്റീവിൽ എപ്പോഴും കളിക്കണം. സർവൈവൽ പാർട്ട് ഞാൻ ഇടുന്നിടാം, പിന്നെ ടീമായിട്ടുള്ളതാണെങ്കിൽ ഇടാം. ടീമായിട്ടൊക്കെ ഞാൻ പഴയ ചാനലിൽ ഇട്ടായിരുന്നു കുറേ. ടീമായിട്ട് കളിക്കാൻ നമുക്ക് വേണമെങ്കിൽ ടീമായി കളിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ കൂടെ ടീമായി കളിക്കണം, അത് വീഡിയോ കാണുന്നവർക്ക് കളിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ IP അഡ്രസ്സ് തന്നാൽ മതി. IP അഡ്രസ്സ് വേണം. IP അഡ്രസ്സ് അല്ല, ഞാൻ ഇപ്പോൾ കളിക്കുന്ന സെർവറിൻ്റെ പേരെന്താണ്? ഇത് ഒറിജിനൽ മൈൻക്രാഫ്റ്റ് അല്ല, മിനി ക്രാഫ്റ്റ് ആണ്, അത് ഓർത്തോ. ഞാൻ ഇവന് കുറച്ച് നേരമായി വെള്ളം ഇത്തിരി കൂടിയിട്ട്. അങ്ങനെ ഒരു വാളും സീലിങ്ങും ഫ്ലോറും വൈറ്റ് ആക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി നോക്കാം. നമ്മുടെ പട്ടിക്കൂട്ടാൻ നല്ലൊരു അടി കിട്ടി. വേറെ ആരുടെയൊന്നും അല്ല, എൻ്റെ തന്നെ. പൊട്ടിക്ക്, ഇതെന്ത് പൊട്ടത്തെ? യെസ് ഗൈസ്, ഇവിടെ വേണമെങ്കിൽ നമുക്ക് അടച്ചു വയ്ക്കാം. ഇവൻ വേണമെങ്കിൽ സ്പോണായി തിരിച്ചു വരും. അല്ല, ഇവനെ നമുക്ക് കൂടെ കൊണ്ടുപോവാം. ഞാൻ ഒറ്റക്കിട്ട് ആക്കണ്ടല്ലോ. നമ്മളുടെ ഹൈറ്റ് ഇപ്പോഴാണ് ഒരു കറക്റ്റായി. ഓ, യെസ്. ഇനി ഈ വാളും കൂടി ഉള്ളൂ, അല്ല 2 വാളുണ്ട്. ലൈറ്റ് വെക്കാം, ലൈറ്റ് ചെയ്ത് കഴിഞ്ഞ വാളിൽ വെക്കണം.
ഇവനൊരു പേരുണ്ട്, ഇവനല്ല കുറച്ച് ആൾക്കാരുണ്ട്, 5-6 പേരുണ്ട് അവർ. ചേട്ടാ ഇവനെ കൊണ്ട് എവിടെയാ പേടി? ഓ നമ്മളിപ്പോൾ നിൽക്കുകയാണ്, ബാക്കിയുള്ളവന്മാരിപ്പോൾ മിക്കവാറും സ്പോൺ ആയിട്ടുണ്ടാവും. നോക്കട്ടെ, നൈസിൽ പറക്കാം, അതാണ് നല്ലത്. ആ അപ്പം അവനും പറക്കാൻ നോക്കണം. ഇതാണ് ഇവന്മാരുടെയൊക്കെ അവസ്ഥ. ഉമ്മാർ 5 ആളുണ്ട്, പിന്നെ അവർക്ക് 1-2 കുട്ടികളും ഉണ്ട്. ഇവിടുത്തെ സീലിങ് ചെയ്യാണ്ടല്ലേ? മാറ പട്ടി, കളപ്പട്ടി, മാറ ഇവിടുന്ന്. ഇവനെന്താ പറഞ്ഞ മനസ്സിലാവാത്ത? എത്ര കിട്ടിയാലും മതിയാവില്ലേ? ഷെടാ പനിയെ കൊണ്ട് കേട്ടോ. വിക്കി അല്ല, കളി എൻ്റെ അടുത്ത് വേണ്ട മോനെ. പട്ടിക്ക് അവിടെ നിന്ന് കുറേ തല്ലൊക്കെ കിട്ടിയെങ്കിലും ആള് കാമായിട്ടാണ് നിൽക്കണം. സ്റ്റേ കാം. ഞാൻ ഇങ്ങനെ കട്ട വയ്ക്കും. ഇവന് നമുക്കൊരു പേര് കിട്ടണം. ഇവന് സ്പെഷ്യലായിട്ടുള്ള പേര് വേണം. മറ്റുള്ളവരെക്കാട്ടിലും പൊരിച്ചിൽ ഇവനാണ് കൂടുതൽ. നൈറ്റായിട്ട് തോന്നുന്നില്ല, ലൈറ്റൊന്നും ഇല്ല ഉള്ളിലേക്ക്. നമ്മൾ വെച്ച ടോർച്ചിൻ്റെ ലൈറ്റ് മാത്രമാണ് കാണുന്നത്. മിക്കവാറും നൈറ്റായിട്ടുണ്ടാവും, അതായിരിക്കും കാരണം. യെസ് യെസ്, നമ്മുടെ അപ്പം 4 വാൾ കഴിഞ്ഞു. കംപ്ലീറ്റ് ആയിട്ടില്ല, കുറച്ച് പണിയും കൂടി ഉണ്ട്. എന്നാലും ഏകദേശം ഒരു 72% ആയി. ഇല്ല കഴിഞ്ഞോ? ഇതന്നെ ഉള്ളൂല്ലേ? ഇവനുള്ള പണിയുണ്ട്, നിൽക്ക്. അങ്ങനെ ബേസ് ഏകദേശം റെഡി. ഇനിവിടെ പണി, ഇവിടെ ബാക്കിയുള്ളതൊക്കെ സെറ്റാക്കണ്ടേ. ഇത് അടച്ചിടാം നമുക്ക്. ആ സ്പേസ് മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നോ. ബാ, അവന് ഫുഡ് എടുത്ത് കൊടുക്കുക, അപ്പം അവൻ വരും. അവനെ സോപ്പിട്ട് വിളിക്കണം, സ്റ്റീക്ക് കൊടുത്ത്. ഇവിടെ സ്റ്റീക്ക് ആ ഉണ്ടോ? ഫീഡ് ചെയ്തപ്പോൾ സന്തോഷമായി. ഇനി ഇവിടെയാണ് നമുക്ക് ചെയ്യാനുള്ള ഫീലിംഗ്. യെസ്, സീലിംഗ് പണിയും ഏകദേശം തീർന്നു. 1-2 ബ്ലോക്ക് ഉണ്ട് എവിടെയൊക്കെയോ. ഈ ഒരു ബ്ലോക്ക് അത് നമ്മളൊരു സീക്രട്ട് പ്ലേസായി വെച്ചിറക്കണം, അടച്ച ഭാഗം. ഓ ഇനി ഇവിടെ എന്താ ചെയ്യാനുള്ള? ലൈറ്റ് നിറയെ കൊടുക്കണം. സ്റ്റീക്ക് അവന് കൊടുത്തില്ലേ ലൈറ്റ്. സർവറിൻ്റെ എന്താ ബഗ്ഗാണ് തോന്നുന്നു. എല്ലാ വാളിലും ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഈ ലൈറ്റൊക്കെ മതിയായിരിക്കും. ഇനി നമുക്ക് ഇവിടെ ഒരു ബെഡും ഇതൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാം. ഒരു ബെഡ്, ഒരു ബെഡ്, ഒരു ബുക്ക് ഷെൽഫ്, പിന്നെ ഒരു എൻചാൻറ്റിങ് ടേബിൾ. എൻചാൻറ്റിങ് ടേബിൾ ഇല്ലാത്ത പണിയില്ല, എല്ലായിടത്തും എൻചാൻറ്റിങ് ടേബിൾ വേണം. അതെനിക്ക് നിർബന്ധമാണ് ഗൈസ്. ബെഡ്, ഇവിടെ ബുക്ക് ഷെൽഫ് വെച്ചിട്ട് ഞാൻ വേറൊരു അണ്ടർഗ്രൗണ്ട് ബേസ് ഇതേ തീമിൽ ചെയ്തിട്ടുണ്ട്, വൈറ്റ് കളർ തീമിൽ വന്നിട്ട്. അത് നല്ലൊരു രസമുള്ളതായിരുന്നു എനിക്ക്. ഇനി ഇതാ സെൻട്രൽ നമ്മുടെ എൻചാൻറ്റിങ് ടേബിൾ. ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആണ്, പക്ഷെ ഇത് ഇങ്ങനെ ഇരിക്കുമ്പോൾ കാണാൻ ലുക്കില്ല. യെസ് ഗൈസ്, ഇതാണ് ലുക്ക്. റെഡി.
കൂടി വെച്ച് കൊടുക്കാം. ഇവനെ കൊണ്ട് വല്ലാത്ത പണിയായി കേട്ടോ. ഇവനെ ഇവിടുന്ന് ഒഴിവാക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇവിടെ നമുക്ക് സെയിൽ ചെയ്താലോ? സെയിൽ ചെയ്യാൻ പറ്റും തോന്നുന്നു. ഇവനിവിടെ അടച്ചിട്ട് പോയി. ഞാൻ മറ്റുള്ളവന്മാരൊക്കെ വീട്ടിൽ പോയി, ഇപ്പം മാത്രം പിടിക്കണം. ഈ സ്ഥലം കണ്ടുപിടിക്കാൻ നമുക്ക് പിന്നെ പണിയാവും. ഇപ്പം തന്നെ മറന്നു. നമുക്ക് കുറച്ച് ഹൈറ്റിലേക്ക് ഇത് പൊന്തിച്ച് വയ്ക്കാം. ബുക്ക് ഷെൽഫാണ്, ക്രിയേറ്റീവ് അല്ലേ, ഉണ്ടല്ലോ കയ്യിൽ. എടാ ഇവനെ കൊണ്ട് വല്ലാത്ത ശല്യം. ഇനി നോക്കിക്കോ, ഇനിയിപ്പോൾ നമ്മളെ വീട്ടിൻ്റെ മേലെ കയറി നിന്നാൽ അവിടെ വന്ന് സ്പോണാവും. സ്പോട്ടിൽ സ്പോണാവുക പറയില്ലേ. ഇവന്മാരാണ് അനുസരണമുള്ളവന്മാർ. അവന്മാർക്ക് ഇത്തിരി ഫുഡ് കൊടുക്കുക. മറ്റേ ഇപ്പം വരും, നോക്കിക്കോ. അവൻ നേരത്തെ അതിൻ്റെ മേലെ ഉണ്ടായിരുന്നു. അവന്മാർക്ക് സ്റ്റീക്ക് കൊടുക്കാം. ഫീഡ് തരുന്നുണ്ട് കേട്ടോ. ഇവന്മാർക്ക് രണ്ടാൾക്കും ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഗുണമെങ്കിലുണ്ട്. ബാക്കിയുള്ളവന്മാർ പറഞ്ഞാലും കേൾക്കില്ല. നമുക്ക് സ്റ്റാൻഡ് ഇന്ന് കാലൊക്കെ വേദനിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ പറഞ്ഞാൽ കേട്ടില്ല എന്തായാലും. ഓ ബ്രീഡായി. എന്താ? യെസ്, ഒരു കുട്ടി ഉണ്ടായി അവിടെ. അപ്പം എക്സ്പിയോ? അതെങ്ങനെ? കുട്ടി ഉണ്ടായപ്പോൾ എക്സ്പി കിട്ടി. അതെന്ത് മായാജാലം? നമുക്ക് രാവിലെ ആക്കാം. പോയിട്ട് രാവിലെ ആവാറായി, ബട്ട് നമുക്ക് രാവിലെ ആക്കണം. ദാറ്റ് ഈസ് നിർബന്ധം. അവനും ഇവിടെ ഒന്ന് സ്പോണാവേണ്ടിയിരുന്നാൽ മതി. മറ്റേ പൊരിയൻ എവിടെയാണോ? രാവിലെ കിടന്നിട്ട് രാവിലെ വയ്ക്കണ എന്നെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. കുറച്ചു നേരം കടന്നു. ഉച്ചയോന്ന് സംശയം. ഇതാ പട്ടിക്കുട്ടി ചാടി. അപ്പം അവന്മാർ ഇവിടെ എവിടെയാണ് സ്പോണായി ഉണ്ടായിരുന്നു തോന്നുന്നു. ഇവിടെ ഉണ്ട് രണ്ടാളും. അല്ലടയ്ക്ക അവന്മാരെന്തായാലും ഒന്ന് സ്പോണായിക്കോളും. ഒന്നിലും ആ കുട്ടി ഉണ്ടോ നോക്കിയാൽ പോരെ. നമുക്കിനി ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. ഇന്ന് ഒരുപാട് ലോങ് ആയിട്ടൊന്നുമില്ല, ബട്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.